എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നം. ഞാനിന്ന് നിങ്ങളെ വളരെ സന്തോഷകരമായ കണ്ണിനും കാതിനും മനസ്സിനും ഒക്കെ കുളിര് വരുന്ന നല്ല മനോഹരമായ കുറെ കാഴ്ചകൾ. ഒരു കർഷകൻ, അരവിന്ദ ഘോഷ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തെ ഞാൻ അധികം ബഹുമാനിക്കുന്നു. എല്ലാം വെജിറ്റേറിയൻ ആയിട്ടാണ് കഴിക്കുന്നത്. വേറെ കള്ളും ചാരായും ഒന്നും കഴിച്ചിട്ടില്ല. അതെ, ഇതാണ് എന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കിട്ടുക വളരെ ചുരുക്കമാണ്. അതെ അതെ അതെ, അത് ഞാൻ ആരെയും കിട്ടത്തില്ല. അതെ അതെ. മൊബൈൽ നമ്പർ ഇത്രയും പറയാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആരും കാണാൻ സാധ്യതയില്ല. 300 നമ്പർ സാറിന് അറിയാം. ഇപ്പൊ നമ്മൾ ഈ ചാനലിന് വേണ്ടി മൊത്തം പറയാൻ പറ്റില്ല, സമയപരിധി ഉള്ളത് കൊണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുഴുവൻ പേരുടെ നമ്പർ പറയും. സാർ, ഇത് എന്ത് തരം കൂവയാണ്? ഇത് കൃഷ്ണവരം കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ശ്രീ ആദ്യയാണ്. ശ്രീ ആദ്യ എന്നാണ് ഇതിന്റെ പേര്. ഇതിപ്പോ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ്. ഇത് കൃഷി ചെയ്ത് എന്നെ കാണിക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ കൊടുത്തതാണിത്. രാജീവ് സാറാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ രാജീവ് സാറാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം ഇപ്പം 3 പ്രാവശ്യം വന്നുപോയി ഇതിന്റെ പടങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. നല്ല രീതിയിലാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ട് പോയി. വിളവായി കാണുന്നത് കണ്ടില്ലേ? റോഡേ പോകുന്നവരെല്ലാം വന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരാൾ ഉയരത്തിൽ വന്നു കഴിഞ്ഞു. കാരണം ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിളിക്കാറുണ്ട് ഇതിനെ കുറിച്ച് അറിയാൻ. പോകുന്നവരെല്ലാം വണ്ടി നിർത്തി എന്നോട് ചോദിക്കാറുണ്ട്. ഫോൺ ചെയ്തും ചോദിക്കാറുണ്ട്. എന്നെ അറിയുന്നവരെല്ലാം ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. എനിക്ക് 5 കിലോ തരണം, 3 കിലോ തരണമെന്ന് എല്ലാവരും ചോദിക്കണം. അപ്പൊ ഈ കൃഷി രീതിയെ കുറിച്ച്, രംഗത്തോട്ട് വരണം. ഈ കൃഷി രീതിയെ കുറിച്ച്, ഇതിന്റെ കാഴ്ചകളെ കുറിച്ച്, ഇതിന് വരുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ സാറിന് വിലപ്പെട്ട പല കാര്യങ്ങളും അറിയാം. എല്ലാ കർഷകരും ഇതിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിസ്സീമമായ സഹകരണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കൂവ കൃഷിയെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ, അവരെന്താ ചെയ്യണ്ട? തുടക്കത്തില് എനിക്കും ഇതുപോലെ കൂവ കൃഷിയെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യത്തെ കൃഷിയാ. മറ്റുള്ള ഇഞ്ചി മഞ്ഞൾ നടന്ന അതേ രീതിയിൽ ഇത് നടാം. പക്ഷെ ഇപ്പൊ 2 വാരം തമ്മിൽ 1 മീറ്റർ അകലം വേണം. 1 മീറ്റർ അകലം വേണം. ചെടികൾ തമ്മിലുള്ള അകലോ? ചെടികൾ തമ്മിലുള്ള അകലം 1.5 അടി വേണം. 1.5 അടി. ഇത് നടുമ്പോ ഒരു കിഴങ്ങാണോ നടന്നത്? എങ്ങനെ ഒരു മൂട്ടില്? വലിയ നീളമുള്ള കിഴങ്ങാണ് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ച് നടണം. അങ്ങനെ അല്ലേ? മുറിച്ച് നട്ടാൽ ഒത്തിരി 10-30 ബ്രാഞ്ചസ് വരും. അതിൽ നിന്ന് വരും. കട ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. ഇത് ഭയങ്കര. അതെല്ലാം നിർത്തിയിരിക്കും അതോ ചിലത്? എല്ലാം നിർത്തി. അത്രയും കിഴങ്ങ് കീപ്പോട്ട് പോകും. അത്രയും പോകും. അപ്പൊ അതിന് വളരാനുള്ള ഗ്യാപ്പാണ് അല്ലേ? അതുപോലെ ഇലകൾക്ക് തമ്മിൽ ഇങ്ങനെ അടുക്കാൻ പാടില്ല. സൂര്യപ്രകാശം 1.5 അടി അകലം. 1.5 അടി അകലം. അകലം. പിന്നെ കീഴ്പോട്ട് പോകുമ്പോ നമുക്ക് 1 മീറ്റർ, ഒരു 1.5 മീറ്റർ താഴ്ചയിൽ വേണം ഇത് കുഴിയെടുക്കാൻ. ഒന്നും യാതൊരു പ്രയാസമുള്ള കൃഷിയല്ല. ഏറ്റവും നിസാരമായ കൃഷിയായത്. അതല്ലേ? നമ്മൾ മഞ്ഞളൊക്കെ നടുന്നതുപോലെ നട്ടാ മതി. അതുപോലെ നട്ടാ മതി. പന്നി ശല്യം ഉണ്ട്, അതാണ് ഏറ്റവും വലിയ വിഷയം. തുരപ്പനില്ല. ഇവിടെ ഇപ്പൊ എലിയുടെ ശല്യങ്ങളൊന്നുമില്ല. അതുപോലെ ഈ മഴ സമയത്ത് ഇതിനെ എന്ത് കെയർ ചെയ്യേണ്ടത് സാറേ? മഴ സമയത്ത് നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ കൂന ഇങ്ങനെ എന്റെ തടം ഇനി വരുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ മണ്ണിട്ട് കൊടുക്കണം. ശരി, ഇപ്പൊ മഴ സമയമാണ്. മഴ ഇല്ലെങ്കിൽ ഉണക്ക സമയത്ത് നട്ടാൽ എന്തോ ശ്രദ്ധിക്കണ്ടേ? വെള്ളം തളിച്ചു കൊടുക്കണം. അതിനാ മെയ് ജൂണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തളിക്കേണ്ട ആവശ്യം വരത്തില്ല. അന്ന് ഇടമഴ കിട്ടും. ഇടമഴ കിട്ടുമ്പോൾ നമുക്ക് യാതൊരു വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ല, ഏത് കാലാവസ്ഥയിൽ ഇത് ഉണ്ടാവും? ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും. ഉണക്കത്താണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് എപ്പോ വേണമെങ്കിലും നടാം. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അച്ചീവ്മെന്റാണ്. നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിന്റെ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഒന്നും ഉണ്ടാകത്തില്ല. ഇഷ്ടം പോലെ ജലസേചനം കിട്ടും. മെയ് ജൂൺ ആകുമ്പോ. അല്ലാത്ത സമയത്ത് നടാം, പക്ഷെ നമ്മൾ ജലസേചനം ചെയ്യണം. നമ്മള് മെയ് ജൂണില് നമുക്കിത് നടണം. മെയ് ജൂണിൽ നട്ടു കഴിഞ്ഞാൽ നല്ലപോലെ ഇത് പൂട്ടി ഉഴവെടുത്തതിന് ശേഷം കുമ്മായം വെതറി നമ്മൾ പൂട്ടുകയോ അല്ലെങ്കിൽ കുമ്മായം വെതറി 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വാരമെടുത്ത് അതിൽ നമ്മൾ 3 അടി അകലത്തിൽ വാരമെടുത്തിട്ട് നടാം. 1.5 അടി 1 അടി താഴ്ചയിൽ നല്ലപോലെ മണ്ണ് ഇളക്കി വേണം ഇത് നടാൻ. സാധാരണ ഇഞ്ചി മഞ്ഞൾ നടുന്ന രീതിയിൽ നട്ടാൽ പോലും. ഈ കുമ്മായം ഇടുമെന്ന് പറഞ്ഞില്ലേ സാറ്? കുമ്മായം നമുക്ക് ഇതിപ്പോ 1 സെന്റിന് 2 കിലോ കുമ്മായം വരും. ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ നടാവൂ. അതിനുശേഷം നമ്മൾ കിളയ്ക്കുകയോ വാരം എടുക്കുകയോ എന്ത് വെള്ളം ചെയ്യാം. അപ്പൊ നടുന്നതിന് മുമ്പ് അടിസ്ഥാന വളങ്ങൾ ചേർക്കുന്നുണ്ടോ? നടുന്നതിന് മുമ്പ് അടിസ്ഥാന വളമൊന്നുമില്ല. നട്ട് കഴിയുമ്പോൾ ചാണകപ്പൊടിയും ചാരവും കൂടി ഈ തടത്തിലിട്ട് ഇളക്കി സാധാരണ ഇഞ്ചി മഞ്ഞൾ നടുന്ന പോലെ നടാം. അല്ലേ? 2 സൈഡിൽ നിന്ന് ചാണകപ്പൊടി ഇട്ട്
നല്ലപോലെ കോരിയിട്ടിരിക്കുമല്ലേ അതെ സാറേ? അതെ അതെ അതെ. ഇത് ഒരു പോച്ച പോലും ഇല്ല. ഒരു പോച്ച പോലും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കുക. ഇതിനിടയിലൂടെ ഒരു 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 ഉറുമ്പ് എഴഞ്ഞാൽ പോലും അത് നമുക്ക് കാണാൻ പറ്റും. കണ്ടുപിടിക്കാം. അത്രയ്ക്ക് വൃത്തി അതെ, അതെ ശുദ്ധിയുമായിട്ട് അതെ ഇട്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ഇതിനൊരു ഒരു ഐശ്വര്യമുള്ള ചെടിയും കൂടിയാണ് ഇതില്ലേ? ഐശ്വര്യമുള്ള ചെടിയാണ് ഇത്. ഏറ്റവും യാതൊരു സൈഡ് എഫക്റ്റും ഇതിനില്ല. ആ. ഇത് ഏറ്റവും നല്ലതാണ്. ശാരീരികമായിട്ട് പഴയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കാശി കൊടുക്കുമായിരുന്നു. അന്നൊന്നും ആയുർവേദമോ അലോപതിയോ മരുന്നില്ല. അതില്ലാത്ത സമയത്ത് ഇത് തന്നെ ഇങ്ങനെയുള്ള മരുന്നുകളാണ് സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഔഷധമാണ്. ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് ആയത് കാരണം മറ്റുള്ളതിനെക്കാട്ടി വിളവ് കൂടുതലാണ്, വിളവ് കൂടുതലാണ്, ചെലവ് കുറവാണ്, ചെലവ് കുറവ്, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഇതിന്. ഇതിന് മറ്റുള്ള ഇതുവരെ യാതൊരു കീടങ്ങളും ഉണ്ടായിട്ടില്ല. സാറേ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇതിന് എന്തുവാ സാധാരണ ഈ പൂവ കൃഷിയിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോകുന്നത്? ഇതിന്റെ നഷ്ടം വരുത്തുന്ന കാര്യം എന്താണ്? പൂവകൃഷി നഷ്ടം വരുത്തില്ല, ഒരിക്കലും നഷ്ടം വരുത്തില്ല. ഇതിന് മറ്റുള്ള ഇഞ്ചി മഞ്ഞൾ പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല. അതിനെല്ലാം ഒരുപാട് കീടങ്ങളുണ്ട്. ഇതിന് ഇതുവരെ കീടങ്ങളില്ല. കണ്ടില്ലേ, ഒരു ഇല പോലും ഒന്നുമില്ല. നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് അതിന്റെ വിളവ് അതിന്റെ ചുവട്ടിൽ കിട്ടും. കർഷകന് ലാഭമാണ്. ഏകദേശം ഒരു കിലോ കൂവപ്പൊടിക്ക് ഇപ്പൊ 3500 രൂപയ്ക്ക് കൂടി വിലയുണ്ടെന്ന് കേൾക്കുന്നു. എനിക്കറിയില്ല, ഉറപ്പില്ല. ഏതാണ്ട് 3500 രൂപ നല്ല പൊടിക്ക് കിട്ടും. ഒറിജിനൽ. ഈ റോഡ് സൈഡിൽ സാർ നട്ടിരിക്കുന്ന കാരണം സാറ് പറഞ്ഞാൽ ഒരുപാട് പേര് വരുന്നുണ്ടെന്നൊക്കെ. എന്താണ് അവരുടെ ആവശ്യം? അവർക്കും ഇത് കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യം കാണിക്കുന്നു. ഇതിന്റെ ഇതിങ്ങനെ വളർന്നു അവരിപ്പോ ബുദ്ധനായിട്ട് ഇത്രയും ഉയരത്തിലും നല്ല രീതിയിൽ വരുന്നതും അവര് എന്നോട് ദിവസവും പല ആൾക്കാർ വണ്ടി നിർത്തി എല്ലാം ചോദിച്ചിട്ട് അവർക്ക് ഇത് വേണം, നടണം, എനിക്ക് 5 കിലോ വേണം, 4 കിലോ വേണം എന്ന് ദിവസവും ആൾക്കാർ വന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇത് കൃഷി ആൾക്കാർക്ക് നല്ല പ്രോത്സാഹനമുണ്ട് ഇത് നടണമെന്ന്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണപുരത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തെങ്കിലും എത്ര കിലോ വേണമെന്ന് വെച്ചാൽ തരാൻ അതുപോലെ ഒരുപാട് വസ്തു ഒന്നും വേണ്ട ഇല്ലേ സാർ? ഇതിന് ഒന്നും വേണ്ട. 5 സെന്റ് ഉള്ളവർക്ക് 2 സെന്റ് ഉള്ളവർക്ക് സൂപ്പറായിട്ട് കൃഷി ചെയ്യാം. ഇത് തന്നെ ഇപ്പൊ എത്ര സെന്റ് വേണം കൂടിപ്പോയാ അല്ലേ? ഒരു 2-3 സെന്റ് അല്ലേ കാണത്തുള്ളൂ? അപ്പൊ കണ്ടത് നല്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ എത്ര ലക്ഷം രൂപയുടെ മുതലുണ്ട്? 5 സെന്റ് കൂടുതൽ കാണത്തില്ല. 5 സെന്റ് കൂടുതലില്ല. അപ്പൊ എത്ര ലാഭകരമാണ് കൃഷി? ഏത് കൃഷിയും ലാഭകരമാണ്. ഇത് ഞാൻ സ്വന്തമായിട്ടാ ചെയ്യുന്നത്. ജോലിക്കാരെ ആരെയും വെക്കേണ്ട ആവശ്യമില്ല. സാർ, ഇപ്പൊ ഇതിപ്പം പിന്നെ എത്ര മാസമായി വെച്ചിട്ട്? ഇതിപ്പോ 60 ദിവസമായി. 60 ദിവസമായി. ഇതിന്റെ മൊത്തം വിളവെടുപ്പ് എത്ര സമയമാണ്? ഇതിന് ഡിസംബറോടെ വിളവെടുക്കാം. ഡിസംബർ. അപ്പൊ ഏകദേശം എത്ര മാസം വരും? മെയ് ജൂണിൽ നടുക. മെയ് ജൂൺ. അപ്പൊ ഏതാണ്ട് ഒരു 6 മാസം. 6 മാസത്തിനുള്ളിൽ കൂവ വിളവെടുക്കാം. അപ്പൊ ഇത് വിളവെടുക്കുന്ന സമയത്ത് എന്തോ ഇല എങ്ങനെ മനസ്സിലാവും? 6 മാസം മതി. നമ്മൾ മാന്തി നോക്കുവോ എന്തെങ്കിലും ചെയ്താൽ മതി. അല്ല, ഇല പഴുക്കുവോ? വ്യത്യാസം വരും. പഴുക്കത്തുവൊന്നുമല്ല, ഒരു വ്യത്യാസം വരും. വ്യത്യാസം വരുമ്പോ നമുക്ക് വിളഞ്ഞെന്ന് മനസ്സിലാവും. ഇതിൽ 6 മാസം കാലാവധിയാ. വിളഞ്ഞിട്ട് പറിച്ചിട്ട് എന്താ സാർ പിന്നെ ചെയ്യുന്നത്? പറിച്ചിട്ട് നമുക്ക് പൗഡർ വാങ്ങിക്കാൻ ആളുണ്ട്. വാങ്ങിക്കാൻ നമ്മൾ കിലോയ്ക്ക് തൂക്കി കൊടുക്കുക. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. ഇതിപ്പോ ആദ്യം കൂവ കൃഷി എന്റെ ഇഞ്ചി മഞ്ഞളായിരുന്നു എന്റെ പ്രധാന കൃഷി. 20 വർഷമായിട്ട് ഇഞ്ചി മഞ്ഞളുമായിരുന്നു കൃഷി. ഇപ്പൊ കൃഷ്ണപുരത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇത് എന്നെ ഏർപ്പാട് ചെയ്തിരിക്കും കൃഷി ചെയ്ത് കാണിക്കണം. ചെയ്തപ്പോഴത്തേക്ക് വൻ വിജയത്തിലേക്കാണ്. കാണുമ്പോൾ അറിയാലോ നമുക്ക്. അതെ, അദ്ദേഹം 3 പ്രാവശ്യം വന്നിട്ട് വളരെയധികം പ്രോത്സാഹനം തന്നിട്ട് പോയി. അതെ, ഏത് കാര്യവും അദ്ദേഹത്തോട് ചോദിച്ചാ ചെയ്യുന്നത്. സാർ, പത്രത്തിലെ വാർത്ത വന്നൊക്കെ പറയുന്നു, പത്രക്കാർ വന്നു തിരക്കില്ല. 1-2 മാതൃഭൂമിക്കാരൊക്കെ വന്നിട്ട് പോയി. ആര് കണ്ടാലും ആകർഷിക്കും. അതേ രീതിയിലാണ്. ഒരു പ്രത്യേക ഇനമാണ്. അടുത്തൊന്നും ഇല്ല. നമ്മുടെ നാടൻ കൂവയിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. നീലയാണ്. അതെ, ഒരുവിധം നീലയാണ്. നാടൻ കൂവ ഇത്ര ഉയരത്തിൽ വരുത്തുമില്ല. അതുപോലുള്ള കിഴങ്ങും കാണുവാടിയില്ലല്ലോ? കാണും. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഈ നമ്മുടെ വീടുകളിലൊക്കെ കൂവ പറിച്ച് പുഴുങ്ങി തിന്നുമായിരുന്നല്ലോ. ഇപ്പോൾ പച്ചയ്ക്ക് തിന്നാം, പുഴുങ്ങി തിന്നാം. നല്ല ഞാൻ കഴിച്ചിട്ടുണ്ട്. ആദ്യം ഈ നാര് വരുന്നതിന് മുമ്പ് തിന്നണം. വിളയുന്നതിന് മുമ്പ്. അതാണല്ലേ? വിളയുന്നതിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സാധനമാണ്. ഇപ്പൊ നട്ടതിന് ശേഷം നമ്മള് മഴ പെയ്തില്ലെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം? വെള്ളം തളിക്കണം. വെള്ളം തളിച്ച് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ വെള്ളം തളിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ മുള വരും. 15 ദിവസത്തിൽ മുള വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതയിൽ വേണമെങ്കിൽ കരിയില എന്തെങ്കിലും ഇട്ട് പുതയിലിടാം. ഇല്ലെങ്കിൽ 4 ഇല വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ചാണകപ്പൊടിയോ എന്തെങ്കിലും, ചാണകപ്പൊടി പച്ചച്ചാണകം ഇടരുത്, ഉണക്ക ചാണകം നമ്മൾ ചെയ്യാം. എന്നിട്ട് ഒരു 30 ദിവസം ആകുമ്പോൾ വേണമെന്ന് വരിൽ 2 കിലോ യൂറിയ സെന്റിന് നമുക്ക് 2 കിലോ യൂറിയ സെന്റിന് നമുക്ക് സ്പ്രേ ഇത് ചെയ്യാം. ഏറ്റവും നല്ല വില കിട്ടും. ഏറ്റവും നല്ല സാധനമാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അതെ, ആർക്കും കണ്ണടച്ച് കഴിക്കാവുന്ന. ഇത് ചെറുപ്പത്തിലൊക്കെ
ഞങ്ങൾ പുഴുങ്ങി തിന്നുമായിരുന്നു. ഇതിന്റെ 100 ഗ്രാം പൊടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് എടുത്ത് നടന്നു സാറേ. എങ്ങുമില്ല, ഒരു 10 ഒറിജിനൽ പൊടി വർഷം മുമ്പ് കിട്ടത്തില്ല. കിട്ടിയില്ല. ഇത് ഒറിജിനൽ കിട്ടത്തില്ല, വല്ല ചീനിപ്പൊടി അങ്ങനെ തന്നെങ്കിലേ ഉള്ളൂ. അതെ, അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ എങ്ങും കിട്ടത്തില്ല. അതെ, കിട്ടണമെന്ന് വലിയ ഇതാണ്. നമ്മളെല്ലാരും ഇത് കൃഷി ചെയ്യണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങൾക്ക് സാറ് പറഞ്ഞ വാക്ക് കേട്ടില്ലേ? നിങ്ങളെ ഏത് സമയത്തും സഹായിക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി. അപ്പൊ സാർ അതിന് മറുപടി തരും. അല്ലാതെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക സാറേ? അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനും ചെയ്തു കൊടുക്കും. കൃഷി വിജ്ഞാന കേന്ദ്രം രാജീവ് സാറും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായ ലക്ഷ്യമാണ്. ശുദ്ധമായ ലക്ഷ്യം. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ള കാര്യമല്ല. ഇത് ആർക്ക് എന്തും കൃഷി ചെയ്യാം, നല്ല സാധനം ഉത്പാദിപ്പിക്കാം. ജനങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങളും കിസുകളും ഒന്നും വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഞാനിത് പ്രൊമോഷൻ ഒന്നും പറയുന്നതല്ല, സാറുമായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ എടുത്ത വീഡിയോ ആണ് ഇത്. എന്നാലും നമ്മുടെ കർഷകര്, എന്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ കർഷകർക്ക് ഇപ്പം പല ഇനത്തിൽ കൃഷി നഷ്ടമുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാവത്തില്ലേ? കൃഷികളൊന്നും നഷ്ടത്തിൽ വരുത്തില്ല. അതെ, നമ്മുടെ നാട് നന്നാവണം. കാർഷിക മേഖലയില് എല്ലാവരും തുരിഞ്ഞു വരണം. ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കണം. അതെ അതെ, ഏത് കൃഷിയിലും ഇത് വിദേശങ്ങളിലേക്കൊക്കെ ഒരുപാട് കയറ്റി അയക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ അമേരിക്കയിലേക്കും UK-യിലേക്കും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ പേപ്പറിലുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്ത നമ്മുടെ 5 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ അല്ലാതുള്ള ചിലർക്കൊന്നും അറിയില്ല. പന്നി ശല്യമാണ് ഇതിനകത്ത് പ്രശ്നം. പന്നി ശല്യം ഇല്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ വരും. അതെ അതെ അതെ. ഏറ്റവും നല്ല കൃഷിയാണ്. യാതൊരു കീടങ്ങളോ യാതൊന്നും ഇതുവരെ ഇല്ല. മറ്റുള്ള കൃഷികൾക്ക് എങ്ങനെയൊക്കെ ആയാലും കീടങ്ങളൊക്കെ വരും. ഇതിന് ഇതുവരെ യാതൊരു കീടങ്ങളും ഇല്ല. അഥവാ കീടം വന്നു കഴിഞ്ഞാൽ സൂഡോമോണസൈഡ് സ്പ്രേ ചെയ്യുക. അരവിന്ദ ഘോഷ് സാറിന്റെ കുവകൃഷി എല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. അദ്ദേഹം നിങ്ങൾ നമ്പർ ഇടുകയാണെങ്കിൽ സ്വകാര്യമായിട്ട് വിളിക്കും. ഇല്ലെങ്കിൽ അതിലൊരു നമ്പർ സാറിന്റെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി, സാർ എല്ലാം പറഞ്ഞു തരും. അപ്പൊ ഇത്ര അധികം ഈ കുവകൃഷി ചെയ്യാനും ഹൈബ്രിഡും അതുപോലെ എന്റെ കൃഷ്ണപുരം കൃഷി വിജ്ഞാന കേന്ദ്രം വക ഉള്ളതല്ലേ സാറേ? അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇല്ലേ, അവർ നിങ്ങൾക്ക് അവിടെ നേരിട്ട് വിളിക്കുകയും ചെയ്യാൻ വേണം. നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധമായ സഹകരണം കിട്ടും. അതെ, രാജീവ് സാറാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറേ, ഇത്രയും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മുടെ കർഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്. കർഷകരും ആവുന്ന കർഷകരെല്ലാം ഇതിനോട്ട് മുൻപന്തിയിലോട്ട് പറഞ്ഞു. അതെ അതെ അതെ, ഞാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പോരാത്തത് കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു കൊടുക്കും. ഈ മനസ്സിനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതെ,